ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനും അമ്പാടി ഉണ്ണിയും കൂടിയിട്ട് നമ്മുടെ കോടന്നെ ഒരു മീൻ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു സമയം 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ ബണ്ടൊക്കെ തുറന്നുകൊണ്ട് നമ്മളെ പാടത്തൊക്കെ നല്ലോണം വെള്ളവും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഈ പൊരി വെയിലത്ത് ഇങ്ങനെ ഒരു കാഴ്ച കാണാമെന്ന് പറഞ്ഞാൽ മനസ്സിന് തന്നെ ഒരു കുളിർമ കിട്ടണ പോലെ തോന്നി. കാരണം ആ ഒരു വെള്ളവും നല്ല വെയിലും അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നി. അപ്പോൾ നമ്മുടെ കോടന്നൂർ എത്തിയിട്ടുണ്ട്. മീൻ നല്ല പിടപെടാ വിടയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ നോക്കി കണ്ടിട്ട് അവിടെയുള്ള ചേട്ടൻ താഴെയുള്ള ബോക്സും കൂടിയും തുറന്ന് കാണിച്ചു തന്നിട്ടോ. അതിലാണെങ്കിൽ നിറയെ മീനുകളുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ ബോക്സുകളാക്കിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. പല പല സൈസിലുള്ള മീനുകൾ ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ വന്നാൽ. ഞങ്ങളപ്പോൾ ഈ മീനാണ് വാങ്ങിച്ചത്. അപ്പോൾ മീൻ വാങ്ങി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോണ വഴിക്ക് നല്ല പോത്തും കുട്ടികളും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എന്തൊരു രസമായിരുന്നു എന്നറിയോ ഇങ്ങനെ നടന്നു പോകണമൊക്കെ കാണാനായിട്ട്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് നേരെ വെള്ളത്തിലിട്ടു. അമ്പാടിയാണെങ്കിൽ മീനുള്ള മസാലകൾക്കുള്ള പ്രിപ്പറേഷനിലാണ്. ഈ മസാലയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിലും ഈ ചിക്കൻ ആയാലും ഫിഷ് ആണെങ്കിലും നമ്മൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം തന്നെ ആയിരിക്കും. ചില 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ അതിൽ നിന്ന് വേറെ ഇടുന്നുള്ളൂ. ഞാൻ സാധാരണയൊക്കെ ഈ മീൻ വറുക്കാനായിട്ട് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് സാധാരണ മീൻ വറുക്കാറ്. പക്ഷെ അമ്മേൻ്റെ അടുത്ത് പോകുമ്പോൾ മീൻ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു ദിവസം അമ്മേനോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത്, ഞാൻ നിൻ്റെ വല്ല വെളുത്തുള്ളി ഉള്ളിയൊന്നും തയ്ക്കാറില്ല, ഞാൻ വെറുതെ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് തയ്ക്കാറ്. പക്ഷെ അതാണ് ഏറ്റവും ഈ സാധനങ്ങളൊക്കെ ഇടുന്നേക്കാളും ഏറ്റവും ടേസ്റ്റ് ആ ഉപ്പും മുളക് പൊടിയും നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് വറുക്കണേന് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ മസാല നമ്മുടെ അമ്പാടിയുടെയാണ്. കാരണം ഞാൻ ഗ്രിൽഡ് ഫിഷ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മസാലകൾ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാ മീനും മസാലയൊക്കെ തേച്ച് നമ്മുടെ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞൊക്കെയാണ്. കാരണം മസാലയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തല്ല, നമ്മുടെ കിച്ചണിലുള്ള അടുപ്പിലാണ് നമ്മൾ ഗ്രില്ലുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമ്പാടി ഇപ്പോൾ ഓൾറെഡി നമ്മുടെ അടുപ്പിൽ കരിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കനലാക്കി സെറ്റാക്കി എടുക്കാനുണ്ട്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ കരിയൊക്കെ കനലായി മാറിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള ഫിഷൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അമ്മ അതിനിടയിൽ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്പാടി അച്ഛനും കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഭാഗത്തേക്ക് പോകേണ്ട കാര്യമേ ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ കാണുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അച്ഛൻ തീരെ സമ്മതിക്കില്ല നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട്. പിന്നെ അത്രയും തിരക്കുള്ള സമയത്ത് മാത്രമേ അച്ഛൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുള്ളൂ. അമ്പാടി അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും അവൻ പറയും, നീ ചെയ്യണ്ട, അല്ലെങ്കിൽ അമ്മ ചെയ്യണ്ട, അവൻ ചെയ്തോളാം എന്നൊക്കെ പറയും. അപ്പോൾ അവർക്ക് ഒരു സമാധാനം അവരൊറ്റയ്ക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്കത് കാണുമ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് പോണത്. പിന്നെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടതല്ലെങ്കിൽ പിന്നെ ചീത്ത കേൾക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഫോയിൽ പേപ്പർ കളഞ്ഞിട്ടോ. കാരണം നമ്മൾ കിച്ചണിലെ അടുപ്പിലായതുകൊണ്ട് നമ്മൾ സാധാരണ പുറത്തിട്ടിട്ടാണ് ഗ്രില്ലൊക്കെ ചെയ്യാറ്. അപ്പോൾ കിച്ചണിലെ അടുപ്പിലായതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ആ ഒരു തീ നമുക്ക് ഇതിലേക്ക് കിട്ടിയില്ല. അതുകൊണ്ട് കുറച്ചധികം ടൈം എടുക്കേണ്ടി വന്നു. പക്ഷേ ടൈം എടുത്താലും മീൻ ഒരു രക്ഷ ഉണ്ടായില്ല. അടിപൊളിയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ഉപ്പും എരിവും ഇതൊക്കെ ആയിട്ട്. പക്ഷേ അതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള്ളുണ്ടായിരുന്നു. മുള്ള് നമുക്ക് അത്രയും നന്നായി ശ്രദ്ധിച്ചിട്ട് തന്നെ കഴിക്കണം. അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടയിലും അതായത് എവിടെയെങ്കിലൊക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം കഴിക്കണമെങ്കിൽ. അപ്പോൾ എല്ലാവരും കഴിച്ച് മുള്ളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പൂവാലൻ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല വലിയ ചെമ്മീനായിരുന്നു കിട്ടിയത്. അപ്പോൾ അതും അമ്പാടി സെറ്റാക്കിയിട്ട് അതിൻ്റെ കൂടെ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചിക്കനും ഫിഷൊക്കെ ഇതേപോലെ ഫ്രൈ ചെയ്താലും ഗ്രില്ല് ചെയ്താലും നമുക്ക് കോമ്പിനേഷനായിട്ട് ഈ സവോള പച്ചയ്ക്ക് അരിഞ്ഞിടണം, നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ കുഞ്ഞിനാണെങ്കിൽ കൊതിയായിട്ട് വേഗം തായോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ വേഗം എടുക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. കാരണം മുള്ള് കാരണം പേടിച്ചിട്ടാണ് അവന് കൊടുത്തത്. അതിൻ്റെ ഇടയിൽ എൻ്റെ തൊണ്ടയിൽ കുറച്ച് മുള്ളിരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ചോറ് കഴിഞ്ഞ കാരണം ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ ഞാൻ അതിന് ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വന്നേനെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.